Hello friends, welcome to our channel. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലേസ് വെച്ചിരിക്കുന്നത് എങ്ങനെ? ഈ ലേസ് ആണ് ഇത്ര വൈഡ് ഉള്ള ലേസ് ആണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ റെഡിമെയ്ഡ് കുർത്തീസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇതുപോലെ ലേസ് ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലേസ് വെക്കേണ്ട എങ്ങനെയാണ് ഈസി ആയിട്ട് വെക്കാൻ പറ്റും അത് കാണിച്ചു തരാം. അതുപോലെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മളെ സാധാ ഒരു തുണി വാങ്ങിച്ചാൽ അത് നമുക്ക് ഡിസൈനർ കുർത്തീസ് ആക്കി മാറ്റാം. നല്ല പ്രിറ്റി ലുക്ക് വരും. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെറിയൊരു ട്യൂട്ടോറിയൽ ഇതുപോലത്തെ യൂസ്ഫുൾ ട്യൂട്ടോറിയലായിട്ട് ഞാൻ എപ്പം വരുന്നതാണ് ഫ്രണ്ട്സ്. എല്ലാ ഓരോരോ വീഡിയോസിലും ഞാൻ എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. വീഡിയോ ഇടുമ്പോൾ ഞാൻ പല പ്രാവശ്യം എനിക്ക് ചോദിക്കുന്നുണ്ട്, ഇത് വീഡിയോ ഇട്ടില്ല, കണ്ടില്ല, ഇതുവരെ ഇട്ടില്ല എന്നൊക്കെ വീഡിയോസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സാണ് കാണുന്നുണ്ടെങ്കിൽ അടുത്ത കാണുന്ന ബെല്ല് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തേക്കണം. അപ്പോൾ ഇത്തിരി വൈഡായ ഈ ലേസ് എങ്ങനെയാണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വെക്കേണ്ടതെന്ന് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പം നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഞാനിത് കട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ മിസ്മാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഒരു ഗ്രേ കളറിൻ്റെ ചുരിദാറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിങ്ക് ചേരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് പിങ്ക് ബോട്ടമും പിങ്ക് ഷോളും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ഉണ്ടായിരുന്നു ലേസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലേസിന് വെച്ചത്. നിങ്ങൾ ഇതിനെക്കാട്ടി നല്ല വെളിയിലോട്ട് ഇങ്ങനെ പോയിൻ്റായി കിടക്കുന്ന ടീത്ത് പോലത്തെ ഉള്ള ഡിസൈനൊക്കെ വാങ്ങിച്ച് ഇതുപോലെ വെച്ചാൽ ഇതിനെക്കാട്ടി ബെറ്റർ ആയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് മുൻപേ ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് പിന്നെ വേണം ചുരിദാർ കട്ട് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ വീതി കുറഞ്ഞു പോകും. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ തുണി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ ലേസ് വെക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ചുരിദാറിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുൻപേ ഇത് ചെയ്തോണം. നടുവിൽ ക്രിസ് ഇടണം. തേച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ നമ്മളെ കുർത്തീൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അനുസരിച്ച് ഒരു 3.5 ഇല്ലെങ്കിൽ 4 ഇഞ്ച് വരെ ഇങ്ങനെ ഫുള്ള് കുർത്തിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തോണം. ഫുള്ള് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ഫോൾഡഡ് സൈഡാണ്. ഓക്കെ, ഇനി ഈ ലേസിനെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീഡിയോ ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഞാൻ ഈ ഭാഗത്തും 3 ഇഞ്ച് 3 ഇഞ്ച് വീതിക്ക് ഫുള്ള് കുർത്തിയിൽ താഴെ വരെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് 36 ആണ് ചെസ്റ്റ്. അപ്പോൾ ചെസ്റ്റ് കൂടുന്നതനുസരിച്ച് ഒരു 4 ഇഞ്ച് വരെ നിങ്ങളിത് മാർക്ക് ചെയ്യണം. ഇങ്ങനെ ഇത് ഫോൾഡഡ് സൈഡാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്ക്കേണ്ടത് നോക്കാം. മാർക്കിംഗ് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 2 മാർക്കിംഗ് സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ അയൺ ചെയ്ത് ക്രിസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസിൽ വേണം ഇനി നമുക്ക് ലേസ് വെക്കാൻ. അപ്പോൾ ഈ ഇത്ര വീതിയുള്ള ലേസ് എങ്ങനെയാണ് ഇതുപോലെ വെക്കേണ്ടതാണ് എന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചെറുങ്ങനെ. അപ്പം ഈ ലേസിന് റൈറ്റ് സൈഡ് റോങ് സൈഡ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോണം. തയ്ക്കുമ്പം റോങ് സൈഡ് മുകളിലോട്ട് വെച്ച് വേണം തയ്ക്കാൻ. അപ്പോൾ എങ്ങനെയാണ് തയ്ക്കേണ്ടത് നോക്കാം. ഇത് ഞാൻ ഈ ചുരിദാറിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഈ ലേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ റൈറ്റ് സൈഡാണ്. ഇതെൻ്റെ റൈറ്റ് സൈഡാണ്. ഇത് ലേസിൻ്റെ റോങ് സൈഡാണ്. നിങ്ങൾ ഞാൻ ഈ ഐഡിയയിൽ നിങ്ങൾ തയ്ക്കുന്നുണ്ടെങ്കിൽ ഈ വെളിയിൽ ഇങ്ങനെ പോയിൻ്റൊക്കെ വരുന്ന ഏതെങ്കിലും ലേസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അത് ഇത്രയും കൂടി ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെ ടീത്ത് പോലെ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ലേസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കാം. അത് ഇത്രയും കൂടെ ഇതിനെക്കാട്ടിയും ഭംഗി ഉണ്ടാവും കാണാൻ. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ അവൈലബിൾ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഈ കളർ തന്നെ മാച്ച് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനി വാങ്ങിക്കുന്നില്ല. ഞാൻ ഈ ലേസ് തന്നെയാണ് അറ്റാച്ച് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ സെൻറ്ററിൽ വേണം ഇത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഈ ലേസിൻ്റെ സെൻറ്ററിൽ വേണം ഇനി നമുക്ക് ലൈൻ ഇടാൻ. അപ്പോൾ ലൈനിൻ്റെ ഹാഫ് സൈഡിൽ ലൈനിൻ്റെ അപ്പുറത്ത് ഈ ലേസ് ഹാഫ്, ഇപ്പുറത്ത് ഹാഫ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കാം. കുർത്തീൻ്റെ റൈറ്റ് സൈഡാണ്. അതുപോലെ ലേസിൻ്റെ റോങ് സൈഡിൽ വെച്ചാണ് തയ്ക്കാൻ പോകണം. ഞാൻ ലേസിൻ്റെ റൈറ്റ് സൈഡ് ചുരിദാറിൻ്റെ റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് വെക്കണം. ഇപ്പോൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സെൻറ്ററിൽ ഇങ്ങനെ മാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തുണി ഇത് വലിക്കരുത്. പിന്നെ സെൻറ്റർ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുത്ത്
നോക്കിക്കണം. ഇത് ഫുള്ള് താഴെ വരെ തയ്ച്ചെടുക്കാം. നമ്മളിത് ടോപ്പിൻ്റെ എൻഡ് വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ മാച്ച് ചെയ്തിട്ട് ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും തയ്ച്ചെടുക്കാം. എന്നിട്ട് അമ്മ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യാനുള്ളതെന്ന്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലേസ് വെക്കേണ്ട ഈ ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. ഇത് ഞാൻ കാണിച്ചു തരാം ഇനി ഇതിനെ ട്രിക്കി ആയിട്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ പുതിയ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഫ്രണ്ട്സ് സബ്സ്ക്രിപ്ഷൻ. അതിന് ചാർജൊന്നും ആവത്തില്ല. അതുപോലെ ഞാൻ ഏതെങ്കിലും പുതിയ വീഡിയോ ഇതുപോലത്തെ ട്രിക്കി യൂസ്ഫുൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടത് നോക്കാം. ഇതിനി ഒന്നും ചെയ്യാനില്ല ഫ്രണ്ട്സ്. ഇതാണ് നമ്മളെ സെൻറ്റർ. ഈ ലേസിനെ പിടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഹാഫിൽ സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്. ഇതിനെ ഹാഫിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കമത്തി കൊടുത്തിട്ട് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ചാണ്, ഈ വക്കിലേക്ക് കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചാണ് ഇടാൻ പോകുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ലേസ് വെച്ചെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫ്ലട്ട് ചെയ്ത് കിടക്കും. ഇങ്ങനെ ഇത് നമ്മൾ വേറെ ചെയ്താൽ ഇങ്ങനെ കിടക്കും. അതുപോലെ ചുളുകൾ കാണും. അപ്പം ഇതിങ്ങനെ തയ്ച്ചാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഈ ഇത്ര വീതിയായ ബോർഡറൊക്കെ വെക്കുമ്പോൾ, അതുപോലെ ബോർഡറൊക്കെ വെക്കുമ്പോൾ ഒരു ബോറായ ലുക്കാണ് വരുന്നത് ഡ്രസ്സിന്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു ഡിസൈനർ ലുക്കായി മാറും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഒന്നും കൂടെ കാണിച്ചു തരാം സ്ലോ ആയിട്ട്. ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ലേസിനെ പിടിച്ച് ഇങ്ങോട്ട് കമത്തിയിടുകയാണ് ഞാൻ. നോക്കിക്കോളൂ ഇങ്ങനെ. എന്നിട്ട് ഈ തുണി ഇങ്ങനെ ബാക്കിലോട്ട് കിട്ടും ഹാഫ്. അപ്പോൾ അതിങ്ങനെ പിടിച്ചിട്ട് ഇനി നമ്മളിതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ഇടാനാണ് പോകുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫാബ്രിക് ഒന്ന് ശരിയാക്കി കൊടുത്തോണം. സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പ് സ്റ്റിച്ച് ഇടുകയാണ് ഫ്രണ്ട്സ്. ഇങ്ങനെ ലേസിനെ കമത്തി വെച്ചിട്ട് നൂല് ചേഞ്ച് ചെയ്തു. ഇനി മുകളിൽ വരുന്ന ഏത് കളറാണ് ആ കളർ നിങ്ങൾ മാച്ചിങ് ചെയ്ത് ഇട്ടോണം അതിൻ്റെ ത്രെഡ്. ഫ്രണ്ട്സ് ഇങ്ങനെയാണ് ഇനി ഈ ലേസ് കാണുന്നത്. ഇതുപോലെ തന്നെ ഫുള്ള് തയ്ച്ചെടുത്തിട്ട് കാണിക്കാം. തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുണ്ട് ഫ്രണ്ട്സ്. ഇതൊരു ഞാനൊരു ബോട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇനിയിൽ നമുക്ക് നെക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ സെൻറ്റർ മാച്ച് ചെയ്തിട്ട് ഈ നെക്കിൽ ഇട്ട് കൊടുക്കാം. ഈ നെക്കിൻ്റെ വീതി വന്നിട്ട് 4 റേഞ്ചാണ്. സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. ഇത് 4.5 ഇഞ്ച്. അതുപോലെ താഴോട്ട് 3.5 ഇഞ്ചാണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ വീതി വന്നിട്ട് 4 റേഞ്ചാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടാകുമ്പോൾ ഇതിൻ്റെ ചുരിദാറിൻ്റെ സെൻറ്റർ മാച്ച് ചെയ്ത് നോച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ സെൻറ്റർ നമുക്ക് നോച്ചിടാം. എന്നിട്ട് ഇത് തയ്ച്ചെടുത്താൽ നമ്മൾ ചുരിദാറിൻ്റെ നെക്കും ഫ്രണ്ട് പീസ് റെഡി ആയിരിക്കുന്നു. ഇനി ഇതിവിടെ പിൻ ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ വക്കിലേക്ക് കൂടെ നമുക്ക് കാൻവാസിൻ്റെ വക്കിലേക്ക് കൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വക്കിലേക്ക് കൂടെ സ്റ്റിച്ച് ഇട്ടു ഫ്രണ്ട്സ്. ഇനി ഇത് ഇളക്കിയിട്ട് നമുക്ക് 4 ഇഞ്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം എക്സസ് ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്ക് വക്കിലേക്ക് കൂടെ സ്റ്റിച്ച് ഇട്ടു. ഇനി ഇവിടുന്ന് 4 ഇഞ്ചോളം വിട്ടിട്ട് ബാക്കി നമുക്ക് റിമൈനുള്ള എക്സസ് ഉള്ള തുണി വെട്ടിക്കളയാം. ഇത് നെക്ക് കമത്തിയിട്ട് കൊടുക്കാം. വളവുള്ള സ്ഥലത്തൊക്കെ സ്റ്റിച്ചിനെ സൂക്ഷിച്ച് നമുക്ക് ഇങ്ങനെ നോച്ചസ് ഇട്ട് കൊടുക്കാം ഫുള്ള് നെക്കിൽ. എന്നിട്ട് ഇതിനെ കമത്തിയിടാം. ഫ്രണ്ട്സ് നെക്കിട്ടു ഇങ്ങനെ. ഇനി രണ്ടിന് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സ്ലീവ്സ് വയ്ക്കാം. അതുപോലെ ക്യാൻവാസ് ഇട്ട് നെക്ക് ഇട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് ഫ്രണ്ടിലത്തെ ഭാഗമാണ്. ബാക്കിലത്തെ ഭാഗം ഇങ്ങനെ ക്യാൻവാസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ബാക്കിലത്തെ ഭാഗം ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ബാക്കിലത്തെ ഭാഗം നമ്മൾ റെഡിയാക്കിയിട്ട് സൈഡിൽ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ടോപ്പ് സ്റ്റിച്ചൊക്കെ ഇട്ട് നെക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ബാക്കിലത്തെ അതിൻ്റെ ഇങ്ങനെ ഓപ്പൺ ക്യാൻവാസ് വെച്ചിട്ട് ഇതിനെ ഓപ്പൺ വെച്ചിരിക്കുകയാണ്. ഇനി ഈ ക്യാൻവാസ് തുടങ്ങുന്ന അവിടെ ഈ നെക്കിനെ വെച്ച് ഫേസ് ടു ഫേസ് ഇതിൻ്റെ റൈറ്റ് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ 1/2 ഇഞ്ചിൻ്റെ സ്റ്റിച്ച് ഇടാം. ഈ ക്യാൻവാസ് സ്റ്റാർട്ടാവുന്നതിനെ അവിടെ കറക്റ്റ് ചെയ്യുന്നതിന് വെച്ചിട്ട് 1/2 ഇഞ്ചിൻ്റെ സീം വിട്ടിട്ട് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് ഇടാക്കാം.
തയ്ച്ച് കിട്ടിയപ്പോൾ ഇതിങ്ങനെയുണ്ട്. ഇനി ഇതിനെ ഈ ക്യാൻവാസിനെ ഇങ്ങനെയാണ് തയ്ച്ച് കിട്ടിയത്. ഇനി ക്യാൻവാസിനെ ഇങ്ങനെ ബാക്കിലോട്ട് മടക്കിയിട്ട് നോക്കിക്കോളൂ ഫ്രണ്ട്സ്. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യാം. കഴിഞ്ഞു. ഇത് ഇങ്ങനെ ഇരിക്കും ഷോൾഡർ ജോയിൻ ചെയ്ത്. ഇനി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് കമത്തി കൊടുത്താൽ മതി. നോക്കിക്കോളൂ, നല്ല ഭംഗിയായിട്ട് നമ്മൾ കണ്ടോ, ഒട്ടും വ്യത്യാസമില്ലാണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും. ക്യാൻവാസിലെ നെക്ക് ഇതുപോലെ ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു. സ്ലീവ്സിൽ ഞാൻ ഇത് എൽബോ സ്ലീവ്സാണ് ഞാൻ വെച്ചത്. ബോട്ട് നെക്ക് ആയതുകൊണ്ട് എൽബോ സ്ലീവ്സ് ചേരും. അപ്പോൾ ഞാൻ എൽബോ സ്ലീവ്സാണ് വെച്ചിരിക്കുന്നത്. അതിനൊരു ചെറിയ പൈപ്പിംഗ് കൊടുത്തു. ഈ പൈപ്പിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ തന്നേക്കാം ഫ്രണ്ട്സ്, കണ്ടോളും. വളരെ ഈസി ആയിട്ട് നമുക്ക് പൈപ്പിംഗ് വെക്കാൻ പറ്റും. അതുപോലെ ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചുരിദാർ തയ്ക്കേണ്ടതെന്നല്ല. അപ്പോൾ ഒരു ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന തുണി കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുത്തിയാൽ അതിൻ്റെ അകത്ത് ആ ചുരിദാറിൻ്റെ ലുക്ക് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. ഒരു 120 രൂപ മീറ്ററുള്ള തുണിയാണ് വാങ്ങിച്ചത്. 1.5 മീറ്റർ ഞാൻ വാങ്ങിച്ചായിരുന്നു. അപ്പം 36 ആയിരുന്നു ഇതിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ്. 36-ന് എൽബോ സ്ലീവ്സ് 3/4 സ്ലീവ്സിന് എനിക്ക് ഉണ്ടായിരുന്നു തുണി. പക്ഷേ ഞാൻ എൽബോ സ്ലീവ്സാണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ബോട്ട് നെക്കിന് എൽബോ സ്ലീവ്സ് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ, അതുപോലെ ഈ ലേസ് വെച്ച രീതി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ട്രിക്കി വീഡിയോസായിട്ട് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാം. മാക്സിമം ഷെയർ ചെയ്യാം വീഡിയോസ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സബ്സ്ക്രിപ്ഷൻ. വീഡിയോ ഇതുപോലെ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം ആദ്യം കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പം ഇന്ന് ഇവിടെ തന്നെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. ബൈ, സീ യു.